പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂരിലെത്തി. ഇംഫാൽ വിമാനത്താവളത്തിൽ ഗവർണർ അജയ് ഭല്ല, ചീഫ് സെക്രട്ടറി പുനീത് കുമാർ ഗോയൽ എന്നിവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. പ്രധാനമന്ത്രി റോഡ് മാർഗം ചുരാചന്ദ്പൂരിലെത്തി. കലാപത്തിന്റെ ഇരകളായ കുക്കി വിഭാഗത്തിൽപ്പെട്ടവരുടെ മക്കൾ മോദിയെ തൊപ്പി ധരിപ്പിച്ചു. പി ബസന്ത് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നുണ്ട്. ബസന്ത്, എത്ര സമയം മണിപ്പൂരിൽ അദ്ദേഹം ചെലവിടുന്നുണ്ട്? എന്തൊക്കെ പരിപാടികളിൽ പങ്കെടുക്കുന്നു? എങ്ങനെയാണ് സുരക്ഷ? ദിവിഷ, ഇപ്പോൾ മിസോറാമിലെ ഐസ്വാളിൽ നിന്നാണ് പ്രധാനമന്ത്രി ഇംഫാലിൽ വിമാനമിറങ്ങുകയും അവിടെ നിന്ന് റോഡ് മാർഗം ചുരാചന്ദ്പൂരിലെത്തുകയും ചെയ്തിട്ടുള്ളത്. മഴ കാരണമാണ് ഹെലികോപ്റ്റർ യാത്ര ഒഴിവാക്കി റോഡ് മാർഗം അദ്ദേഹം ഇപ്പോൾ ചുരാചന്ദ്പൂരിലെത്തിയിരിക്കുന്നത്. കുക്കികൾക്ക് സ്വാധീനമുള്ള ഒരു മേഖലയാണ് ചുരാചന്ദ്പൂർ. ഇവിടെ 7300 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടന പരിപാടികളാണ് ഔദ്യോഗികമായിട്ട് പ്രധാനമന്ത്രിക്കുള്ളത്. അദ്ദേഹത്തിനെ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് സ്കൂൾ കുട്ടികളാണ്. ഇതിൽ ഭൂരിഭാഗവും കുക്കി വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ആ കലാപത്തിലിരയായ കുക്കി വിഭാഗത്തിൽപ്പെട്ടവരുടെ മക്കളാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ സ്വീകരണം നൽകിയിട്ടുള്ളത്. തൊപ്പി തലയിൽ വെച്ചുകൊണ്ട് ഇവരെ ഈ സ്കൂൾ കുട്ടികൾ ഇദ്ദേഹത്തെ സ്വീകരിച്ചു. അല്പനേരം ഈ കുട്ടികളുമായും അവിടെ ഈ കലാപത്തിന് ഇരയായവരുമായും പ്രധാനമന്ത്രി സംസാരിച്ചു എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇന്ന് ഇപ്പോൾ ചുരാചന്ദ്പൂരിൽ ഇപ്പോൾ ഔദ്യോഗികമായ ചടങ്ങുകൾ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ അജയ് കുമാർ ഭല്ല, അതായത് ഗവർണർ അജയ് കുമാർ ഭല്ലയാണ്, മുൻ ആഭ്യന്തര സെക്രട്ടറി കൂടിയാണ് അദ്ദേഹമാണ് ഇപ്പോൾ സ്വാഗത പ്രസംഗം നടത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് നുഴഞ്ഞുകയറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അത് തടയാൻ വേണ്ടിയുള്ള നടപടികൾ ശക്തമായി തന്നെ സർക്കാർ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ ഗവർണർ വ്യക്തമാക്കിയിരിക്കുന്നത്. 7300 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന പ്രധാനമായും റോഡ്, അതോടൊപ്പം തന്നെ മറ്റ് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളാണ് ഇന്ന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. 2-3 ദിവസത്തെ സന്ദർശനമാണ് അദ്ദേഹം മിസോറാം, മണിപ്പൂർ, അതോടൊപ്പം തന്നെ പശ്ചിമ ബംഗാൾ, ബീഹാർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം നടത്തുന്നത്. കൊൽക്കത്തയിൽ സേനാ കമാൻഡർമാരുടെ സംയുക്ത യോഗത്തെ അഭിസംബോധന ചെയ്യും. ബീഹാറിൽ പൂർണിയയിലെ ഒരു പരിപാടിയിലും അദ്ദേഹം വരും ദിവസങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ശരി, പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്.